ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പേര് എങ്ങനെയെങ്കിലും വലിച്ചെടുക്കപ്പെടണമെന്ന ആഗ്രഹം കൊണ്ട് ഒരുപാട് ആളുകൾ ഇല്ലാ വചനങ്ങൾ വെച്ച് ഇങ്ങനെ കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നടൻ മോഹൻലാലിന് ക്ലീൻ ചീറ്റ് നൽകുന്ന പോലെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു ദുരനുഭവത്തിൽ മോഹൻലാൽ ഹീറോ ആട്ടാ ഹീറോ ഒന്ന് കേൾക്കൂ. എനിക്ക് പടം എന്താ പറയാ എന്നെ സെറ്റിൽ കൊണ്ടുവന്ന് 3 ദിവസം ഇരുത്തി തിരിച്ചു വിടാൻ പോയ സമയത്ത് എന്നെ അവിടെയുള്ള നടൻ ലാൽ സാറ് മോഹൻലാലാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ പറഞ്ഞു വിടരുത്, ഒരാളെ വിഷമിപ്പിക്കരുത് കരുതി എന്നെ ഇരുത്തിയിട്ടുണ്ട് അവിടെ. ഓക്കെ, എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ? കാരണം എങ്ങനെയെങ്കിലും ആ പേരുകളൊന്ന് ഇതിലേക്കൊന്ന് കുത്തി ഒന്ന് പിൻ ചെയ്ത് അവരെ ഒന്ന് അങ്ങോട്ട് നശിപ്പിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ഒരു കൂട്ടം ആളുകളുണ്ട്. അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ശരിക്കും എല്ലാവർക്കും ചോദ്യചിഹ്നമാണ്. കാരണം പ്രമുഖ വ്യക്തികളായിട്ടുള്ള പ്രമുഖ നടന്മാരാണ് ഞങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും രംഗത്ത് വരുന്നത്. അല്ലേ, എനിക്ക് ഏറ്റവും വിരോധാഭാസമായി തോന്നിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ആ നടന്മാരുടെ പേര് പോലും പറയാൻ ഭയമില്ലാതെ ഇടപെടലുകൾ നടത്തുന്നത്. പ്രമുഖ നടിമാരും വലിയ നടിമാരും WCCയുടെ ആളുകൾ അംഗങ്ങൾ പോലും കംപ്ലൈന്റ് കൊടുത്തിട്ട് ഈ ഡയലോഗ് അടിച്ച് നടക്കുക, മിണ്ടുന്നില്ല, കമ എന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. പേടി, ഭയം, ഇത് ആരും അറിയില്ലല്ലോ, ഇത് കുമ്പസാര രഹസ്യമല്ലേ എന്ന രീതിയിലാണ് ഇവരിത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തൊലിക്കെട്ടി ആത്മവിശ്വാസമൊക്കെ ഉള്ള ആളുകൾ ആ പേരങ്ങ് വിളിച്ചു പറയാൻ ഭയമാണ്, ഭയം. ഈ ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നടൻ തന്നെ മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചപ്പോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് ഈ ഒരു സിനിമയുടെ സെറ്റിലേക്ക് എത്തുന്നതാണ്. ഈ ഒരു സിനിമയിലേക്ക് വരെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പറയണ്ട, അവര് പറയണ കേൾക്കാം. ഇല്ല, 3 ദിവസം ഞാൻ അവിടെ വെറുതെ ഇരിക്കേണ്ടി വന്നു. അവര് തമ്മിലെന്തോ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് നേരത്തെ ഒരു മോശം അനുഭവം ഉണ്ടായ ആർട്ടിസ്റ്റ് അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ പറഞ്ഞയക്കണം, എന്നെ അഭിനയിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ടിസ്റ്റ് ഈ സിനിമയുടെ ഭാഗമായിരുന്നോ? എന്തിനാവശ്യമില്ലാത്തൊരു, ഞാൻ പറയില്ല, എനിക്ക് പരാതി ഉണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ അത് പരാതിപ്പെട്ടു, എന്റെ പരാതി പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ പരാതി പരിഹരിക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ ചിറി വിളിച്ചിട്ട് വന്നിരുന്നിട്ട് ഇത് പറയേണ്ട എന്ത് കാര്യമുള്ളു? മോശം. അതായത് ഒരു പരാതി നിങ്ങൾ ഉന്നയിക്കുകയും അതിന് തീർപ്പ് ഉണ്ടാവുകയും ചെയ്തു, അത് അവസാനിപ്പിച്ച വിഷയമാണെങ്കിൽ അനാവശ്യമായിട്ട് അത് പിന്നെ ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പൊ ഈ ജയസൂര്യയുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ അല്ലെ? ജയസൂര്യയുടെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ആ സ്ത്രീ പറയുന്നു. ജയസൂര്യ ഒന്നും പണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് അത് പരിഹരിക്കപ്പെട്ടു. ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്, ഞാൻ വിളിച്ച ജയസൂര്യ ഓടി വന്നിട്ട് ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ഫേസ്ബുക്കിലൊക്കെ കിടന്ന് എത്രയോ ഫോട്ടോസാ. എന്നിട്ട് അവസാനം ജയസൂര്യയുടെ ഒപ്പം അഭിനയിച്ച സിനിമയുടെ പേരും വെച്ച് കളിച്ച അങ്ങോട്ട് ഇല്ലാണ്ട് നാണം കെടുത്തി. ഇവിടെ ഈ ഒരു പെൺകുട്ടിക്ക് പരിഹരിക്കപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ ചർച്ച ചെയ്യാതെ ഒഴിവാക്കടോ. ഒരുപാട് മുന്നേ കഴിഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ അത് ചർച്ച ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കുത്തി പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവരരുത്. അത്രയും കഴിഞ്ഞ് അത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഭയങ്കര ചീഞ്ഞ നാറ്റായിരിക്കും, അത് നിങ്ങൾക്കും ബാധിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. എന്തായിരുന്നു ശിവാനി അനുഭവം? എന്തായിരുന്നു ഈ മോശം അനുഭവം എന്ന് പറഞ്ഞ? എന്തായിരുന്നു അതൊന്ന് പറയാമോ? ഡോറിൽ മുട്ടുന്നുണ്ടായിരുന്നു രാത്രി. എനിക്കൊന്ന് 12-1 മണി ആ ടൈമിന് ഡോറിൽ ഇങ്ങനെ മുട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തുറക്കുമ്പോഴത്തേക്കും ആൾ ഓടി പോവുമായിരുന്നു. ആദ്യം പറഞ്ഞിരിക്കുന്നത് 2-3 വട്ടമായപ്പോൾ നമ്മൾ ആളിനെ കണ്ടു. ഞങ്ങളത് ഹോട്ടലുകാരോട് പറഞ്ഞു, ഇത് കണക്ക് ഞങ്ങളുടെ ഡോറിൽ തട്ടുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു അവിടെ ഒരു ചെറിയ ഡ്രിങ്ക്സ് പാർട്ടി നടക്കുകയാണ്, മേ ബി അതുകൊണ്ടായിരിക്കാം, കുടിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് അങ്ങനെ ഒരു അനുഭവം റിപ്പീറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഞങ്ങള് ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും എല്ലാം പരാതി പറഞ്ഞായിരുന്നു. ഒന്നുകിലും ഞങ്ങൾ അവിടെ നിന്ന് മാറ്റണമെന്നാ പറഞ്ഞത്. ഓക്കെ, ഡോറിൽ വന്ന് മുട്ടുന്നു ഓടുന്നു. എനിക്ക് ഏതൊരു സിനിമയാണ് ഓർമ്മയത്, 1000 നോക്കത്താത്തടുത്ത് കണ്ണും നട്ട് ആ ബെല്ലടിക്കുന്നു ഓടുന്നു. അതുപോലെ ഏതോ ഒരു നടൻ ഓടി വന്ന് ബെല്ലടിക്കും. നല്ല ആരോഗ്യമുള്ള സ്റ്റാമിനുള്ള ഏതോ ഒരു നടനാണ്. അപ്പൊ ചൈന ടൗൺ എന്ന സിനിമയിൽ ആ നടനുണ്ട്, അത് ഉറപ്പാ. ആവശ്യമില്ലാതെ എന്തിനാണ് അതൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ തന്നെ മനസ്സിലായി ചൈന ടൗൺ എന്ന സിനിമയിലുണ്ട്. ഇനി ആ സിനിമയിലുള്ള എല്ലാ നടന്മാരെയും നമ്മൾ എന്ത് രീതിയിൽ കാണും? ചോദ്യചിഹ്നം ഇട്ട് റൗണ്ട് ഇട്ടിട്ട് ഇന്നാളാണോ മോഹൻലാൽ അല്ല എന്ന് മനസ്സിലായി. കാരണം മോഹൻലാലാണ് ആ പെൺകുട്ടിയെ അവിടെ പിടിച്ചു നിർത്തുന്നത്. അതായത് ഒഴിവായി പോവുകയാണെന്ന് പറയുമ്പോൾ അവരെ പിടിച്ചു നിർത്തുന്നത് മോഹൻലാലാ. അപ്പോ വേറെ ഒരു നടൻ, യുവനടനാണോ? യുവനടനാവും, ഓടാനുള്ള കഴിവ് വേണ്ടേ? അപ്പൊ ഹിൻസ് തരല്ലേ മലയാളികൾക്ക്? ദയവ് ചെയ്ത് ഹിൻസ് തരരുത്. നല്ല ആരോഗ്യമുള്ള ആൾ, ഓടി മറയാനൊക്കെ ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ ചൈന ടൗണിലുള്ള നടന്മാരെയൊക്കെ നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാവും ആരാണ് എന്നൊക്കെ. പിന്നെ അവർക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വന്ന് ഇരിക്കുക,
ചാനലുകൾ ഇരുന്ന് ചർച്ചയ്ക്ക് വിളിക്കുക, ഒരു താല്പര്യമില്ലാതെ ഒഴിവാക്കി പോണം. ഇത് വല്ലാത്തൊരവസ്ഥയാണേ. അമ്മയുണ്ടായിരുന്നു. അമ്മയാ പരാതിപ്പെട്ടത്. അമ്മയും പേടിച്ചു കാണും അല്ലെ, ഇങ്ങനെ തുടർച്ചയായി തട്ടുമുട്ടൊക്കെ വരും? അമ്മ നല്ലോണം പേടിച്ചു. അമ്മ പക്ഷെ ബോൾഡായിട്ട് നിന്നു. കാര്യം എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യും എന്നുള്ള രീതിയിൽ നിന്നു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളത് പരാതിപ്പെട്ടു. പക്ഷെ ഈ നടൻ നമ്മള് ലൊക്കേഷനിലൊക്കെ വെച്ച് കണ്ട വളരെ നന്നായിട്ടാണ് സംസാരിക്കുന്നത്. രാത്രി അങ്ങനെ ഒരു കാര്യം അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. പകൽമാന്യൻ, രാത്രി തലമുണ്ടിട്ട് വരുന്നവൻ എന്നാണ് പറയുന്നത്. അമ്മ കണ്ടിട്ടുണ്ട്, ഇവരും കണ്ടിട്ടുണ്ട്. പിന്നെ അമ്മ കുറച്ച് ബോൾഡ് ആയതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അത് പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും കാര്യവും പറഞ്ഞിട്ടുണ്ട്, അതിനൊരു തീർപ്പുമായിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു എനിക്കൊരു കൺഫ്യൂഷൻ വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് 2-3-4 തവണ ഡോറ് മുട്ടിയപ്പോ അടുത്ത മുട്ടലിന് ഇവര് കാത്തു നിന്നിട്ട് ഡോറ് തുറന്നപ്പോൾ ആളെ പിടിച്ചു. എന്നതിന് ശേഷം ആ ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്യുന്ന ആളോട് ചോദിക്കുന്നു, എന്താ ഇവിടെ ആരൊക്കെ ശല്യം ചെയ്യുന്നു? കാരണം അത് അവിടെ ഡ്രിങ്ക് പാർട്ടി എന്തൊക്കെ നടക്കുന്നുണ്ട്, അതാകാം. ഓക്കെ, അതാകാം. ഇവരത് കണ്ടെത്തി, ആരാണെന്ന് കണ്ടെത്തിയതിന് ശേഷം പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ സിനിമയിലുള്ള ഒരാളാണ് എന്ന് അറിയാം, ആളെയും കണ്ടു, പിന്നെ അത് ചോദ്യം ചോദിക്കണത് അത് എനിക്കൊന്ന് കണക്ട് ആവാതെ ഇനി പറഞ്ഞാലും അങ്ങോട്ടൊന്നും അറിയാൻ അറിയില്ല കേട്ടോ. അമ്മയുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. 3-ാമത്തെ പ്രാവശ്യം ഞങ്ങള് എന്താ പറയാ, എന്റെ അമ്മ ഉണർത്തി തന്നെ. ആദ്യത്തെ തവണ തട്ടിപ്പിടുന്ന ഞാൻ ഉണർന്നിട്ടില്ലായിരുന്നു. അപ്പൊ 2-3 പ്രാവശ്യം ഇത് കണക്ക് ഓടി പോകുന്നുണ്ട്, നമുക്ക് ഇത്തവണ എന്തായിരുന്നാലും തട്ടുമ്പോ തന്നെ തുറക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പൊ ആള് മദ്യപിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഉണ്ടായിരിക്കും. ഞാൻ റിസപ്ഷനിൽ തിരക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു ഡ്രിങ്ക്സ് പാർട്ടി നടക്കുന്നുണ്ട്, നിങ്ങളുടെ റൂമിന് ഓപ്പോസിറ്റ് തന്നെ എന്നാ പറഞ്ഞത്. ഓക്കെ, അടിപൊളി. അപ്പൊ തന്നെ നടൻ ആരാണെന്ന് കണ്ടെത്തിയതാ. പിന്നെ ഞാൻ അവിടെ ഇവിടെയും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നേരിട്ടിട്ട് ആ ഒരു കാര്യം പറയേണ്ടടുത്ത് പറയാം, എന്നിട്ട് അതിന് പരിഹാരം വാങ്ങുക. പരിഹാരം വാങ്ങിയത് പരിഹാരമായെങ്കിൽ അത് പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ആളാണ് രസം. കാരണം കുറെ ആളുകൾ ഇങ്ങനെ കമന്റ് ഇട്ട് കണ്ടാണ്. അതായത് കാക്കക്കുയിൽ എന്ന സിനിമ, അതുപോലെ അറബി മൊട്ടകം എന്ന സിനിമ, അതിലൊക്കെ മത്സരിച്ച് അഭിനയിച്ച 2 ആളുകളാണ് മോഹൻലാല്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുകേഷ്. മോഹൻലാൽ ഇവിടെ നായകനായിട്ടാണ് നിൽക്കുന്നത്, പക്ഷെ ഈ ഒരു കാര്യത്തിൽ പ്രതിനായകനായി വരികയാണ് മുകേഷ്. 2-3 ആളുകൾ ഇപ്പൊ ഇവരുടെ പേര് പറഞ്ഞു. ഒരു യുവ സംവിധായക പറഞ്ഞു, അതുകൂടാതെ തന്നെ 2 ജൂനിയർ ആർട്ടിസ്റ്റുകൾ പറയുന്നു. ഇനി ഇതാ പുതിയത് ഇന്ന് വന്നതാ, അതാ ഫ്രഷ് ആണ്, ഫ്രഷ്. കേൾക്കാം. ഉണ്ട്, എനിക്കറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ്, അവരിപ്പോൾ ഫീൽഡിലില്ല, അവർ ഫിലിമിലുണ്ടായിരുന്നു. അവരുടെ മദറിൻ്റെ അടുത്ത് മിസ്റ്റർ മുകേഷ് മിസ്ബിഹേവ് ചെയ്തു. ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിൽ ചെന്ന് പുള്ളിക്കാരോട് മിസ്ബിഹേവ് ചെയ്തു. അവരടിച്ചു പിടിച്ച് പുറത്താക്കി. അപ്പോൾ അവരെന്നോട് ഷെയർ ചെയ്തതാണ്. പക്ഷേ എനിക്ക് അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അവർ കോൺഫിഡൻഷ്യലായിട്ട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് പേര്, സ്ഥലം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അയ്യേ മുകേഷേ, അയ്യേ നാണക്കേട്, ചീഞ്ഞ കേസ്, അയ്യോ. ഇയാളുടെ തന്നെ തഗ്സ് ഒക്കെ ഇയാൾക്ക് ഇട്ട് കൊടുക്കട്ടോ ആരെങ്കിലും ട്രോൾ ചെയ്യുമ്പോ. അതായത് ആളൊരു വീട് കണ്ടെത്തി പോയിട്ട് അവിടെ കയറി വാതിലും മുട്ടി ഉള്ളിൽ കയറിയപ്പോ അടിച്ചോടിച്ചു, പൊളി. അപ്പോ ഒരു ജനപ്രതിനിധി ആയിട്ടൊന്നും നിൽക്കാനുള്ള യോഗ്യത ആൾക്കില്ല. വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. BJP പിന്നെ കോൺഗ്രസ് ഒക്കെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു. പാർട്ടി തീരുമാനിക്കുന്നു അയാളെ പുറത്തേക്ക് കണ്ടില്ല. ആരോപണങ്ങളല്ലേ, തട്ടിക്കളയൂ, അതൊന്നും വിഷയമാക്കണ്ട, അവിടെ നിൽക്കട്ടെ, യോഗ്യനാണെന്നാ പറഞ്ഞത് ആര്? മുകേഷ്. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി കേട്ടോളി. ഒരൊറ്റ ന്യൂസും കൂടി ഉണ്ട്, കേൾക്കാം. മുകേഷിൽ നിന്നാണ്. അതെന്തായിരുന്നു സംഭവം, എപ്പോഴായിരുന്നു അത്? ഞാൻ 2-3 സിനിമ കണ്ട് കലണ്ടർ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ പുള്ളിക്കാരൻ മുകേഷ് ചേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള കാര്യം വെളിപ്പെടുത്തിയായിരുന്നു. അപ്പോൾ അതിന് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അതിനുശേഷം പിന്നെ പുള്ളിക്കാരൻ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ടായിരുന്നു, ഡിന്നറിന് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പോകത്തില്ലായിരുന്നു. അപ്പോൾ പുള്ളി കുറേ ചേസ് ചെയ്തായിരുന്നു എന്നെ. സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു കാര്യത്തിന് ചേസിങ്ങും ചാട്ടവും മോട്ടവും ഒക്കെ നല്ല വശമാണ് ആൾക്ക്. അപ്പോ എന്താണിത്? ഇതിപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ പറയാണ്ടിരിക്കുന്നുണ്ട്, മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും പ്രായമായിട്ടേ. ഇത് ചെറുപ്പം മുതൽ തുടങ്ങിയ പരിപാടിയാണ് ഈ സിനിമയിൽ അഭിനയം കേട്ടോ, വേറെ ഒന്നും കണക്കാക്കല്ലേ. അപ്പൊ അതിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സംഭവിച്ചിട്ടുണ്ടാവും. കുറെ ആളുകൾ മിണ്ടുന്നില്ല പേടിച്ചിട്ട്. കുറെ ആളുകൾ ഇതാണ് എന്റെ അവസരം എന്ന് പറഞ്ഞു വരുന്നവരും ഉണ്ട്. ഇതിൽ ഫേക്ക് ഉണ്ട്, പിന്നെ ഒറിജിനലുണ്ട്. ഈ ഫേക്ക് ഏതാ ഒറിജിനൽ ഏതാന്നപ്പോ മനസ്സിലാവാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോ ഇതാ ഇവരെ മീനു മുനീറിനെ ഇതേപോലെ തന്നെ കോണ്ടാക്ട് ചെയ്ത രീതി നിങ്ങളുണ്ടല്ലോ. ആദ്യം വിളിക്കുന്നു, ഡിന്നറിന് വിളിക്കുന്നു, ഇടക്കിടക്ക് മെസ്സേജ് അയക്കുന്നു, സുഖമാണോ എന്നൊക്കെ അയച്ച് ചോദിക്കുന്നു. മണിയമ്പിള്ളരാജ് ചോദിച്ച ചോദ്യം എന്താണ്, ഭർത്താവ് എവിടെയാണ്? അബ്രോഡിലാണല്ലേ. അപ്പൊ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. അതിനുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതായത് സെക്സ് ടോയ്സും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ.
അപ്പൊ അതിന്റെ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ മണിപിള്ള രാജനെ ഇടക്കിടക്ക് മുട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു സാധനം കിട്ടിയല്ലേ, ഇടക്കിടക്ക് മുട്ടാൻ തുടങ്ങി എന്നാണ് ഇവര് പറഞ്ഞത്. എന്തായാലും കൊള്ളാം. ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി വില്ലനാവുന്നത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, വേറൊരു കാര്യത്തിലും കൂടിയുണ്ട്. ഇന്നസെന്റ് ഏട്ടനെ കോൺടാക്ട് ചെയ്തു. എനിക്കിങ്ങനെ അമ്മയിൽ മെമ്പർഷിപ്പ് തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനെ ആരുടെയോ നമ്പർ വന്നു. അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ മുകേഷ് എന്നെ വിളിച്ചിട്ട് പറയാണ്, അമ്പിടി നീ അങ്ങോട്ട് അമ്മയിൽ എന്നെ അറിയില്ലാതെ നീ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചല്ലേ. ഭയങ്കര ആയിട്ട് പറഞ്ഞ് ഭയങ്കര ഞാനങ്ങ് ധരിച്ചിരുന്നു പോയി. കാരണം ഇത് ഇങ്ങനൊരു ഭാഷ പോലും ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേട്ടിരുന്നത്. പിന്നെ എനിക്ക് അമ്മ അസോസിയേഷനിൽ എനിക്ക് മെമ്പേഴ്സ് എന്നെ വിളിക്കുന്നു. അപ്പോൾ അവർ വിളിച്ചിട്ട് മീനു സോറി കേട്ടോ, മീനു കുറച്ചുകൂടെ സിനിമകൾ അഭിനയിക്കണം. ഓക്കെ, കുറച്ചും കൂടി സിനിമകളിൽ അഭിനയിച്ചാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടൂ, അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. 1.5 ലക്ഷം രൂപ ഒക്കെ കൊടുത്ത് ഒരു പവിത്രമായ ഒരു സീറ്റിലേക്കാണല്ലോ നമ്മൾ പോകാൻ ശ്രമിക്കുന്നത്. ആർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സംഘടനയിലേക്ക് എല്ലാവരും വരണമെന്നൊരു നിർബന്ധം ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോ എന്നോട് ചോദിക്കാതെ കൊച്ചു കള്ളി അമ്മയിലേക്ക് കയറാൻ വന്നതാണല്ലേ എന്ന് പറയുന്ന ആളുടെ ആ ഒരു ഇതാലോചിച്ചത്. പട്ടുവൈ അതെനിക്കും ചോദിക്കുള്ളൂ. പട്ടുവൈ ഇയാൾക്ക് പ്രാന്താണ്, അല്ലെങ്കിൽ ഇയാൾ ഈ പരിപാടിയൊക്കെ ചെയ്യോ? എന്തിനാണ് അനാവശ്യമായിട്ട് ആളുകളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ മുട്ടി കിട്ടിയില്ല, മിണ്ടാണ്ട് മാറി നിൽക്കുക, അതല്ലേ ചെയ്യേണ്ടത്. റിയൽ ലൈഫിൽ ഇമ്മാതിരി വില്ലന്മാരെ ഞാൻ കണ്ടിട്ടില്ല. മോഹൻലാൽ ഹീറോ ആണ്, ഒരു സംശയം വേണ്ട. ഇനി ഇതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്, അതൊന്ന് കേൾക്കാം. കാരണം ഇവിടെ ഉള്ള കമ്മിറ്റി മെമ്പേഴ്സിനൊന്നും മിനുവിനെ അറിയില്ല. ഞാൻ പറഞ്ഞു അയ്യോ അതാരാണോ കമ്മിറ്റി മെമ്പേഴ്സെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജയസൂര്യ, മണിമ്പിള രാജു, പിന്നെ മുകേഷ്, ഇടവേള ബാബു, ഇവർക്ക് എന്നെ അറിയില്ല. പാവം, ഇത്ര സിനിമയിൽ അഭിനയിച്ച ആളാ. അതുകൂടാതെ വാതിൽ മുട്ടിയവരും ഫോണിൽ മുട്ടിയവരും അവിടെ ഇവിടെ മുട്ടിയവരൊക്കെ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവരെ സിനിമയിലേക്ക് എടുക്കേണ്ടതായിട്ടില്ല. അടിപൊളിയല്ലേ? മുകേഷ്, ഇടവേള ബാബു, പിന്നെ മണിയമ്പിള്ള രാജു, ജയസൂര്യ, ഇവരൊക്കെ ആ രീതിയിൽ ഈ രീതിയിലൊക്കെ മുട്ടി അവരെ കുറിച്ചുള്ള അലിഗേഷൻസ് പറയുന്നു. അവർക്ക് ഇവരെ അറിയാത്തത് കൊണ്ട് അമ്മ എന്ന സംഘടനയിലേക്ക് ചേരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ചേരാതിരുന്നത് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ചേർന്ന് കഴിഞ്ഞാൽ 1.5 ലക്ഷം വെള്ളത്തിൽ പോയ പോലെ, അതായത് കിട്ടൂല, ആ പൈസ നിങ്ങൾക്ക് മുതലാവൂല. കാരണം സിനിമയിൽ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടില്ല. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, അതായത് നമ്മൾ സിനിമയിൽ കാണുന്ന പല ആളുകളും റിയൽ ലൈഫിലേക്ക് എത്തുമ്പോ ഒന്നുമല്ല. അത് അങ്ങനെ മനസ്സിലാക്കുക. നിങ്ങളൊരു എന്റർടൈൻമെന്റ് പർപ്പസ് ആയിട്ട് മാത്രം സിനിമയെ കണ്ടാൽ പ്രശ്നം തീരും. സിനിമ കാണുന്നു, അടിപൊളി, കൈയടിക്കുന്നു, നമ്മളെല്ലാം മറന്ന് 2.5 മണിക്കൂർ ഒരു പരിചയമില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാവും അല്ലെ. എല്ലാവരും കൂടെ ഇരുന്ന് കരച്ചിൽ വരുമ്പോ കരയുന്നു, ചിരി വരുമ്പോ ചിരിക്കുന്നു. നമ്മളെല്ലാ ഇമോഷണലും പ്രകടിപ്പിക്കാൻ ഒരു മനുഷ്യന്റെയും ഒരു അനുവാദവും വേണ്ട. അങ്ങനെ ഇരുന്ന് കാണാം. മറ്റുള്ള ആൾക്കാരെ തലേ കയറി ഇരുന്ന് ഇറങ്ങിയിട്ടാവരുത്, അത് വേറെ കാര്യം. ചില ആളുകൾ അങ്ങനെ തിയേറ്ററിൽ കാണുന്നു, സിനിമ കാണുന്നു, അടിച്ചുപൊളി, അമ്മോ പൊളി, ഇഷ്ടപ്പെടുന്നത് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ മോശം പറയും പോരുക. അത് കഴിഞ്ഞത് വിടണം. അല്ലാതെ അമ്മോ ഈ സിനിമയിൽ ഇന്ന നടൻ അടിപൊളിയാ, അയാളുടെ ഒരു 10 പടം അടിപൊളിയാ, അതിന്റെ അയാളെ ഫാൻസ് അസോസിയേഷനിൽ കൊടി പിടിച്ച് പോയാൽ നല്ല രസാ, ഇങ്ങനെയൊക്കെ വിചാരിച്ചാണ്ട് പോവും. ഇതെല്ലാ മേഖലയിലും, രാഷ്ട്രീയത്തിലാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ കുറെ വിചാരിക്കും ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. അതിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്ന പറഞ്ഞ പോലെ അതിൽ പോയി ഉപ്പ് തിന്ന പോലെ തന്നെയാണ്. ഏത് സംഘടനയിലും അകത്ത് പോയാലും അത് ഉപ്പ് തിന്നതിന് തുല്യ, അതിന് വെള്ളം കുടിക്കുന്ന അവസ്ഥയാണ്. കാരണം അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ല. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ നിന്ന് കുറച്ചു കാലം കഴിഞ്ഞ് പുറത്തേക്ക് വന്നാലോ, അതുവരെ നിങ്ങൾ ആ സംഘടനയ്ക്ക് വേണ്ടി പണിയൊക്കെ എടുത്ത് പുറത്ത് വരുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കി പോരുകയാണെന്ന് തോന്നുക. എന്നിട്ട് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്തു നോക്കുക, ഒന്നിനും സമ്മതിക്കൂല വര്, നമ്മളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ എല്ലാ സംഘടനയുടെ ഒക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ശബ്ദിച്ച് തുടങ്ങുമ്പോ മണ്ടക്ക് ആണി അടിച്ച് താഴ്ത്തില്ലേ നമ്മൾ, അതുപോലെ ചുറ്റിക്കൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അടിക്കപ്പെട്ട് താഴ്ന്നു പോയ ഒരു മനുഷ്യനാണ് മഹാനടനായിട്ടുള്ള തിലകൻ അല്ലെ. അപ്പോ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. മാളാരവിന്ദനൊന്നും പിന്നെ തിരിച്ച് കയറാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഒരാളെ പട്ടിണിക്കിട്ട് കൊന്ന മനുഷ്യന്മാരാ ഈ സംഘടന. എന്നിട്ട് ആ ഡയലോഗ് അടി. അപ്പോ റിയൽ ലൈഫില് മോഹൻലാൽ ഹീറോ, പക്ഷേ റിയൽ ലൈഫിൽ മുകേഷ് സീറോ ആണോ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കമന്റ് ചെയ്യൂ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരും. അതുവരെ ദിസ് ഈസ് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.